എങ്ങനെയായിരുന്നു ഈ ട്രാവൽസിലോട്ടുള്ള തുടക്കം ശരിക്കും? അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ ഡിപ്ലോമ IATA ഡിപ്ലോമ എടുത്തതിന് ശേഷം IATAയുടെ കൺസൾട്ടൻറ്റും ഫൗണ്ടേഷനും നമ്മളെടുത്തു ഇവിടെ നിന്നുകൊണ്ട് തന്നെ. അതിനുശേഷം പിന്നെ നമുക്ക് മനസ്സിൽ തോന്നിയ ഒരാശയമാണ്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി ഉച്ചവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിച്ചത് ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പാർട്ട് ടൈം എന്ന രീതിയിൽ ഒരു ജോലി, ഇതൊരു ഒന്നുകിൽ ട്രാവൽസിൽ ജോലിയോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു ഇൻസ്ട്രക്ടറായിട്ട് ജോലി എടുക്കാനോ അതിനാണ് എനിക്ക് ആഗ്രഹം തോന്നിയത്. അപ്പോൾ എനിക്ക് ചാൻസ് കിട്ടിയത് IATA ഇൻസ്ട്രക്ടറായിട്ട് ജോലി എടുക്കാനാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ഖത്തറിലെ ഒരു പ്രമുഖ സ്ഥാപനമുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ സെൻറ്റർ. അതിൻ്റെ ചെയർമാൻ സാം ബഷീർ, ഇവിടുത്തെ KMCC പ്രസിഡൻറ്റും കൂടിയാണ് ആയിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഖത്തറിൽ അങ്ങനെ ഒരു അവർക്ക് അത്ര വലിയ ഹോപ്പൊന്നും ഈ കോഴ്സിനുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഞാൻ ട്യൂഷൻ പോയെടുത്തൊക്കെ ആകെ 5-6 കുട്ടികളുണ്ട്. അവർക്ക് നഷ്ടമായിരുന്നു ആ കോഴ്സ്. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ സാം ബഷീർ സാഹിബിന് അതൊന്നും അത്ര വലിയ ഒരു ഹോപ്പൊന്നും ഈ കോഴ്സില്ലാത്തതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പം നിനക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വിട്ടുതരാൻ പറഞ്ഞു. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2004 ഞാനെൻ്റെ ഇൻസ്ട്രക്ടർ എന്നുള്ള കരിയർ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സ്റ്റുഡൻറ്റിന് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് 6 സ്റ്റുഡൻറ്റിന് വെച്ചൊരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 6 സ്റ്റുഡൻറ്റും പാസ്സായി, 90% പാസ്. അത് അവിടുന്ന് പിന്നെ എനിക്ക് തിരിഞ്ഞു പോകേണ്ടി വന്നിട്ടില്ല. സോ ഓരോ മാസവും മോർ ദാൻ 60 സ്റ്റുഡൻസിനെ വെച്ച് ഞാൻ തനിയെ ട്രെയിൻ ചെയ്തിരുന്നു. വെറും 4 to 8, 10 എന്നുള്ള സമയത്തിൽ. 2004 മുതൽ 2005 ഇത് IATA കോഴ്സ്, IATA ഇൻസ്ട്രക്ടറായി ഞാൻ വർക്ക് ചെയ്ത് ഓക്കെ ആയി, മാർക്കറ്റിലായി, നമുക്ക് ഒരുപാട് സ്റ്റുഡൻ്റായി. ഇത് കോഴ്സ് വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ മിലിറ്ററിയിൽ നിന്ന് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തിട്ട് ഞാൻ ആണ് ഫുൾ ടൈം IATA ഇൻസ്ട്രക്ടറായിട്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നത്. 2008 വരെ. അപ്പോൾ ഈ 2008 കാലയളവിൽ മോർ ദാൻ 1000 സ്റ്റുഡൻസിനെ, അതും ഈ 1000 സ്റ്റുഡൻസിൽ മോർ ദാൻ 24 നാഷണാലിറ്റീസ് വേൾഡ് വൈഡ്, എല്ലാ കാനഡ, യൂറോപ്പ്, അമേരിക്ക, എല്ലാ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു. അത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെപ്പോലെ ഒരു സാധാരണ ഒരാൾ ഇത്രയും സ്റ്റുഡൻസിനെ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യുക. ഇതിൽ 300-ൽ പരം കുട്ടികൾ കനഡയുടെ ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻസ്, അപ്പോൾ ഈ 1000-ൽപ്പെട്ട മിക്കവാറും സ്റ്റുഡൻസ് ഇപ്പോൾ ഇതിൽ പല കുട്ടികളും ഇപ്പോഴും ദോഹയിൽ റിജൻസി ട്രാവൽസ്, മന്നായി ട്രാവൽസ് ഒക്കെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതന്നെ നമുക്ക് വലിയ സംതൃപ്തി കിട്ടുന്ന കാര്യമാണല്ലേ. ഈവൻ എൻ്റെ ഈ പെൺകുട്ടി പോലും എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവിടെ എൻ്റെ സ്ഥാപനത്തിൽ ഇപ്പോഴും 3 സ്റ്റാഫ് എൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ സ്ഥാപനം എന്നാണ് തുടങ്ങിയത്? 2008. 2 വർഷമായി അല്ലേ. അപ്പോൾ ഇത്രയും ഈ നമ്മൾ 2008 വരെയുള്ള 1000 സ്റ്റുഡൻസ്, മോർ ദാൻ 1000 സ്റ്റുഡൻസിന് ട്രെയിൻ ചെയ്ത കുട്ടികൾ പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് എന്നെ വിളിക്കാറുണ്ട്. അവരൊക്കെ മിക്കവാറും ട്രാവൽ ആൻഡ് ടൂറിസം ഫീൽഡ് തന്നെ. അപ്പോൾ അതിനെപ്പറ്റി വളരെയധികം അവർ പറയാറുണ്ട്. കുറേ ആളുകൾ ദോഹയിലും വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കാലയളവിലാണ് എനിക്ക് വല്ല ഐഡിയ തോന്നിയത് ട്രാവലൻസി കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ചിന്തിച്ചത്. ഈ പേര് സ്വയം കണ്ടെത്തിയാണ് കോൺഫിഡൻറ്റ്? അത് കണ്ടെത്തിയതാണ്. അല്ല, വളരെ നല്ല ഉചിതമായ ഒരു കാരണം പിന്നെ നമുക്ക് വല്ലാതെ പല പേരുകളും നോക്കിയപ്പോൾ കോൺഫിഡൻറ്റിലാണ് ഞങ്ങൾ വെച്ചുകൂടി കസ്റ്റമേഴ്സിന് വരാനൊരു കോൺഫിഡൻസ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ട്രാവൽസിൽ? ഇവിടെ ടിക്കറ്റ് സർവീസുകൾ, വിസ മെസ്സേജ് സർവീസുകൾ, പിന്നെ ഹോട്ടൽ ബുക്കിംഗ്സ്, വേൾഡ് വൈഡ് ഹോട്ടൽ ബുക്കിംഗ്, ഹോളിഡേയ്സ്, പിന്നെ കാർ റെൻ്റൽസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. വിസ ഇല്ല, വിസ പ്രോസസ്സിംഗ് ഇല്ല. ഇല്ല.
ഇതിൻ്റെ ഒരു വർക്കിംഗ് ടൈമൊക്കെ എങ്ങനെയാണ്? മോർണിംഗ് 8 o'clock till night 10:30. ഇടയ്ക്ക് ബ്രേക്കൊന്നുമില്ല? ഇല്ല. 2 ഷിഫ്റ്റിന് നമ്മുടെ സ്റ്റാഫുണ്ട്. എത്ര സ്റ്റാഫ് ഉണ്ടാവും ഇവിടെ? ടോട്ടൽ 18 സ്റ്റാഫ്സ് ഉണ്ട്. 18 സ്റ്റാഫുണ്ട്. അതിൽ മലയാളികൾ അധികം ഉണ്ടോ? മിക്കവാറും മലയാളികൾ തന്നെ. ഒരു ഫിലിപ്പിനോ, ഒരു ജോർദാൻ, ബാക്കി എല്ലാം മലയാളികളാണ്. മലയാളികൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലേ? അതെ. കാരണം അതിൽ ഒരു പ്രത്യേക കാരണമുണ്ട് അതിൽ. കാരണം ഈ പ്രൊഫഷൻ ശരിക്കും പഠിച്ച് പ്രൊഫഷണലായിട്ട് വരുന്ന ആളുകൾ ഇപ്പോഴും മലയാളികളാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഗൾഫിലൊക്കെ അധികം ഏത് കമ്പനികളിലും സെക്രട്ടറി ആയിട്ടും പ്രവർത്തനങ്ങളും 2 ആളുകളാണ് ഏറ്റവും കൂടുതലുണ്ടാവുക. ഒന്ന് കേരള, സെക്കൻഡ് ഫിലിപ്പിനോസ്. പിന്നെ നമ്മൾക്ക് കേരളൈറ്റ്സാണ് ഏറ്റവും കൂടുതൽ പിന്നെ കസ്റ്റമർ ഉണ്ടാവുന്നത്. കാരണം ഇവിടെ അധികം പേരും നമ്മുടെ സ്ഥാപനങ്ങൾ അധികം മലയാളികളായിരിക്കും. മാത്രമല്ല, ഞാനൊരു അയാട്ട ഇൻസ്ട്രക്ടറാണ്. എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും താല്പര്യം മലയാളിയിലെ പ്രൊഫഷണൽസ്, നല്ല ആളുകളെ നമ്മൾ എടുക്കാറുള്ളൂ. കാരണം കസ്റ്റമർ സർവീസും സെല്ലിംഗ് സ്കില്ലും ഇത് വളരെ നിർബന്ധമാണ് ഒരു ബിസിനസ് വിജയിക്കാൻ. ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല ബിസിനസ്. ഫാമിലിയെ കുറിച്ച് പറയാം. പിന്നെ വൈഫുണ്ട്. ഹൗസ് വൈഫാണ്. എന്താണ് പേര്? ഫസിരിയ. മക്കള് 3 പെൺമക്കളുണ്ട്. ഒരാൾ ഇവിടെ BCom പഠിക്കുന്നു, സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ഫൈനലാണ്. അവൾ എൻ്റെ സ്റ്റാഫും കൂടിയാണ്. പ്ലസ് മറ്റുള്ള 2 പേരും +1 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളുടെ പേര് പറയാം. മൂത്ത മോള് ഷഫ്ന. രണ്ടാമത്തെ ട്വിൻസാണ് എനിക്ക്. ശരി. 2 പേരും ട്വിൻസാണ്. അപ്പോൾ അവരൊരാൾ ഫൗസിയ, ഒരാൾ ഫൈസ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കുറേ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ കഴിഞ്ഞു. നമ്മുടെ സമയം ഏതാണ്ട് തീരാറായി. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കോൺഫിഡൻ്റായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഈ കോൺഫിഡൻറ്റ് ട്രാവൽസിലൂടെ, മറ്റുള്ള സ്ഥാപനങ്ങളിലൂടെ എല്ലാ നന്മകളും ഞാൻ തരികയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും തരുന്നു. ഒരുപാട് നന്ദി. നമസ്കാരം. എനിക്കും വളരെ അധികം നന്ദിയുണ്ട്. ഇതിന് നിങ്ങൾ നമ്മുടെ അടുത്ത് വരാനും നമ്മുടെ ട്രാവൽസിൽ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കാനും സാഹചര്യം തന്നതിൽ നന്ദി. ദോഹയിലെ കോൺഫിഡൻറ്റ് ട്രാവൽസിൻ്റെ ഉടമ, കൂറ്റനാടിനടുത്തുള്ള പട്ടിശ്ശേരി എന്ന സ്ഥലത്ത് നിന്നും ദോഹയിലെത്തിയ അബ്ദുൽ സലാമുമായിട്ടുള്ള അഭിമുഖത്തോടെ പൂർണ്ണമാവുകയാണ്. അദ്ദേഹം ഒട്ടേറെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വ്യവസായിയുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ചോദ്യം ഇതാണ്: കേരളത്തിന് നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ചോദ്യം ഒന്നുകൂടി: കേരളത്തിന് നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.